തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. പല ഡ്രൈവിംഗ് സ്കൂളുകളിൽ പല റേറ്റാണ്. പല സ്ഥലത്തും സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങും. ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു. വളരെയധികം ദിവസങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ 16 പേരെയാണ് ഈ ഒരു ബാച്ചിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. കൂടുതൽ ആളുകളുടെ എൻക്വയറി ഉണ്ട്. അതിലൊരു നല്ല ശതമാനം ഇപ്പോൾ ഫുള്ളായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇഞ്ചക്കലൊരു ഗ്രൗണ്ട് കൂടി ശരിയാക്കി തിയറി പരിശീലനമെല്ലാം ഓഫീസ് നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് നടത്തിക്കൊണ്ട് ഇഞ്ചക്കലേക്ക് മറ്റ് പ്രാക്ടിക്കൽ കൂടി കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ 2 സൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഇതിനകത്ത് വരുന്നത് സാധാരണ സർക്കാരാണ് എപ്പോഴും ഫീസ് നിശ്ചയിക്കുക എന്നുള്ളത്. ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോലും സർക്കാർ ഫീസ് നിശ്ചയിക്കുന്ന കാലത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ മാത്രം സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ചോട്ടെ എന്ന് പറയുന്ന ഇല്ല, അങ്ങനൊരു മാനദണ്ഡം ഇതൊരു മുന്നോട്ട് വെച്ചില്ല. അവർ കഴിഞ്ഞ തവണ നടത്തിയ ചർച്ചയിൽ ഇവരെല്ലാം യൂണിയൻ അവരുടെ സംഘടനകളെല്ലാം പറഞ്ഞത് ഇത്തരത്തിലൊരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഈ ഫീസ് ഏകീകരിക്കണം എന്ന അവരും ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. ആവശ്യം അവർ അംഗീകരിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഒരു കമ്മീഷനെ വയ്ക്കുകയും ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഈ അദ്ദേഹം പ്രമോജിൻ്റെ ഒരു കമ്മിറ്റി വെച്ച് ഇപ്പോൾ ആംബുലൻസുകാരുടെ റെഡി ആയിട്ടുണ്ട്. ആംബുലൻസിൻ്റെ ഏകീകരിക്കുന്നുണ്ട്. അത് എൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് അവരുമായിട്ട് ചർച്ച ചെയ്തു. പല ഘട്ടങ്ങൾ കടന്നു. ഇനി ഒന്നുകൂടെ ചർച്ച ചെയ്തിട്ട് അത് പ്രഖ്യാപിക്കും. ആംബുലൻസുകളുടെ ചൂഷണം, എന്നെ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എൻ്റെ നിന്ന് വാങ്ങിച്ചത് 18,500 രൂപ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ആ ചൂഷണം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത് കോവിഡ് അത് കഴിഞ്ഞൊക്കെ ഇതൊക്കെ തന്നെ. അതുകൊണ്ട് അതിലൊരു ഏകീകരണം ഉണ്ടാവും. അത് ഓരോ വണ്ടികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തന്നിരിക്കുന്നത്. റിപ്പോർട്ട് എൻ്റെ കിട്ടിയിട്ടുണ്ട്. അത് ഉടനെ അത് പ്രസിദ്ധീകരിക്കുകയും നടപടി എടുക്കുകയും ചെയ്യും. പ്രകാരം ഈ പരിശോധിച്ച ശേഷം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ സ്കൂളുണ്ടെങ്കിൽ ടെസ്റ്റിന് ഹാജരാവേണ്ട എന്നൊരു ഉത്തരവ് ഉറപ്പിക്കുന്നു. അതായത് ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ സംശയം ഇന്നലെ CATUമായി നടത്തിയ ചർച്ചയിൽ അവരൊരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നിടത്ത് ഇൻസ്ട്രക്ടർ ആദ്യം സമ്മതിച്ചതാണ് എല്ലാവരും. അതിൽ ഒപ്പിട്ടും തന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ജനാധിപത്യമാണല്ലോ. അപ്പോൾ തൊഴിലാളികളുടെ അവരെ ഒരു സംഘടനാ തലത്തിൽ പറയുമ്പോൾ മാന്യമായത് കാണണം എന്നുള്ളതുകൊണ്ട് ഒരു എക്സ്ക്യൂസ് കൊടുത്തതാണ്. സത്യത്തിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളത് എടുത്ത് നോക്കണം, ഞാൻ വെറുതെ പറയുന്നില്ല. മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഓരോരുത്തർക്കും പുരുഷന്മാരെ പഠിപ്പിക്കാൻ പ്രത്യേക ഇൻസ്ട്രക്ടർ, സ്ത്രീകളെ പഠിപ്പിക്കാൻ പ്രത്യേക ഇൻസ്ട്രക്ടർ, അങ്ങനെ ക്വാളിഫിക്കേഷനുള്ള ഇൻസ്ട്രക്ടർ വേണമെന്നാണ്. പക്ഷേ നമ്മളൊരു ആനുകൂല്യം ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും വിസ്മരിക്കുകയാണ്. 5 വർഷം ഡ്രൈവിംഗ് പഠിച്ച അറിയാവുന്ന ലൈസൻസ് ഉള്ള ആർക്കും പഠിപ്പിക്കാമെന്ന ഒരു അവസരം കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ്. അതിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പരിഗണിക്കുമ്പോൾ അതിൻ്റെ ക്ലിയറായിട്ടൊരു പിക്ചർ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മളൊരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഇന്നലെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന CATUവിൻ്റെ നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ പക്ഷേ അവർ തീർത്ത് പറയുന്നത് അവരുടെ കയ്യിൽ ഇൻസ്ട്രക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഏതായാലും അതൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഉടൻ തന്നെ എല്ലാ സ്ഥലത്തും പരിശോധിക്കും. അവർ ഇൻസ്ട്രക്ടർ ഒരാളെ വെച്ചിട്ട് 15 ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ നോക്കില്ല. 15 ബ്രാഞ്ചും നടത്താൻ നോക്കില്ല. ഓരോ ബ്രാഞ്ചിനും ഓരോ ഇൻസ്ട്രക്ടർ വേണം. കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കാസർഗോഡൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും 15 ഡ്രൈവിംഗ് സ്കൂളിന് ഒരു ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ അതൊന്നും സമ്മതിക്കില്ല. ഒരു ഇൻസ്ട്രക്ടർ വേണം. അതിൽ രസകരമായൊരു വസ്തുത, പല ഡ്രൈവിംഗ് സ്കൂളുകളിലും ഈ ഫാർമസിയിൽ തൂക്കുന്ന പോലെ ഫോട്ടോയും ഡിഗ്രി സർട്ടിഫിക്കറ്റും വെച്ചിരിക്കുന്നവർ പലരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് എന്ന ഒരു കാര്യമുണ്ട്. അവരറിയുന്നില്ല. അവരുടെ സാധനം ജോലി കിട്ടുന്നതിനും അവരിങ്ങനെ ഒരു താൽക്കാലികമായി ഇത് കൊടുക്കുക, അതിനൊരു ഫീസ് അവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കും. ജോലിക്കൊന്നും പോകണ്ട. ഇതാണ് രീതി. നമ്മൾ സത്യം പറയണമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്ത പല ചിത്രങ്ങളും പല സർട്ടിഫിക്കറ്റുകളും പല സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവർ ഇൻസ്ട്രക്ടറുടെ ആധാറും അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പരിശോധിക്കും. എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലും അവരുണ്ടോ എന്ന് ഉറപ്പ് വരും. അതുകൊണ്ടാണ് ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനും ഹെവി വെഹിക്കിളിനും ഒരേ ഫീസാണ് നിശ്ചയിച്ചിരിക്കുന്നത് 9,000. അല്ല, അതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനാണ് പഠിക്കേണ്ട കാര്യം. അപ്പോൾ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉള്ള ആളിന് മാത്രമേ ഹെവി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരിട്ട് ഹെവി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ലൈസൻസ് എടുത്ത് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഹെവി എടുക്കുന്നത്. അപ്പോൾ ഹെവി എടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വണ്ടിയെപ്പറ്റി ഒരു പരിചയമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഡീസൽ എക്സ്പെൻസും ആ കാര്യം കൂടുതൽ കിലോമീറ്റർ ഓടിച്ച് നോക്കേണ്ടതുണ്ട്. അല്ല, റീടെസ്റ്റിന് വേറെ ഫീസൊന്നുമില്ല. സർക്കാർ അടയ്ക്കുന്ന ഫീസ് മാത്രമേ ഉള്ളൂ. സർക്കാരിൻ്റെ അല്ലേ, വേറെ ഫീസൊന്നുമില്ല. ഫെയിലായാലും നമ്മൾ ആ പരിശീലനം എന്താ അത് ചെയ്തോളൂ. ഇതിനകത്ത് അധിക പൈസ ഒന്നും ഈടാക്കില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരാൾ ഫെയിലായാലും ജയിക്കാനോ അയാളെ പഠിപ്പിക്കുക എന്നുള്ള നമ്മുടെ വേണം. അയാൾ പഠിക്കാൻ മോശമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഫെയിൽ ആയിക്കൊണ്ട് ഫെയിലായതിൻ്റെ പേര് വേറെ പൈസ ഒന്നും വാങ്ങിക്കില്ല. അടുത്ത ടെസ്റ്റിന് മുമ്പ് ഫെയിൽ മാറും, ജയിക്കും. അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. ഒരു കൺഫ്യൂഷനും വകയില്ല. വളരെ വ്യക്തതയാണ്. അനാവശ്യമായി ആളെ ചൂഷണം ചെയ്യില്ല. KSRTC ആണ് നേതൃത്വം കൊടുക്കുന്നത്. KSRTC കൂടെ ഇപ്പോൾ യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ ഇതൊരു വരുമാന സ്രോതസ്സാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് ഞാൻ തരുമ്പോൾ മനസ്സിലാവും. ഒരു 6 മാസം കഴിയുമ്പോൾ ഇത് ലാഭവും നഷ്ടവും എന്നുള്ള കണക്ക് ഞാൻ മാധ്യമങ്ങളിൽ തരാം. കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംവിധാനം നടക്കുന്നത്.
അപേക്ഷ ഫീസുണ്ട്, എല്ലാം ചേർത്താണ് അപേക്ഷ ഫീസ് വൃത്തിയുണ്ട് അപേക്ഷ ഫീസ്. അപ്പോൾ അത് നല്ലൊരു ഡ്രൈവിംഗ് ഇതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു KSRTC യൂണിയൻ നേതാക്കളുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചൊരു കാര്യത്തിൻ്റെ മറുപടി ഞാൻ പറയാം. നിങ്ങളെല്ലാം കേട്ടതാണ് KSRTCയുടെ ഈ വ്യാപാര സമുച്ചയങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ ഞെട്ടിക്കുന്ന കണക്കാണ്. 60% കടകൾ വാടകയ്ക്ക് കൊടുക്കാതെ ഒഴിഞ്ഞിടക്കുക. അടിയന്തരമായി 3 KS ഉദ്യോഗസ്ഥരുണ്ട്, അവരെ എല്ലാ സോണിലും ഇട്ടിട്ട് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കടകളും വാടകയ്ക്ക് കൊടുക്കും. KSRTC ഇത് നമ്മൾ എത്രമാനം നഷ്ടം വരുത്തും എന്നറിയണം. നമ്മൾ അത്രത്തോളം നഷ്ടം വരുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടി വയ്ക്കുക, കൊടുക്കാതിരിക്കുക, അതിന് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാ കടകളും വാടകയ്ക്ക് കൊടുത്ത് KSRTC വരുമാനം ഉണ്ടാക്കുക. ഞാൻ KSRTC CMD ശ്രീ പ്രമോദിൻ്റെ ഒരു യാത്രയുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ഡിപ്പോയിലും പോയി വന്നപ്പോൾ ഞങ്ങളുടെ കണക്കനുസരിച്ച് 60% മൊത്തം ഉള്ളതിന് 60% ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് വാടകയ്ക്ക് കൊടുക്കുന്ന വലിയൊരു തുക കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാസം വെറുതെ കിടക്കുന്നതിനേക്കാൾ മാസം എന്തെങ്കിലും വരുമാനം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില ഇളവുകൾ ചെയ്തുകൊണ്ട് അത് മുഴുവൻ കൊടുക്കും. അതുപോലെ എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ ഈ അവർ പറഞ്ഞു ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. കാരണം കാറിലേക്കും സ്കൂട്ടറിലേക്കും ഒക്കെ പോയാൽ കോവിഡിൻ്റെ കാലത്തും അല്ലാതെയും ബസ്സുകൾ വരാത്തത് കൊണ്ട് അസൗകര്യങ്ങൾ കൊണ്ടും നമ്മുടെ ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെയുള്ള കാരണം അസൗകര്യം കൊണ്ടും KSRTC വിട്ടുപോയ പൊതുഗതാഗതത്തെ വിട്ടുപോയ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള ലക്ഷ്യം. ഏതാണ്ട് 10 ടോയ്ലറ്റുകൾ നമ്മൾ സുലഭ എന്ന ഏജൻസിക്ക് കൈമാറുകയാണ്. അവർ റീബിൽഡ് ചെയ്ത് വൃത്തിയാക്കി അതവർ മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അവർ 23 കൊടുക്കാമെന്ന് പറഞ്ഞു. ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പേടിപ്പിക്കുകയാണ്. നിങ്ങൾ എടുക്കരുത്, നിങ്ങളെ കോർപ്പറേഷൻകാർ പിടിക്കും, പഞ്ചായത്തുകാർ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വിരട്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉറപ്പ് കൊടുത്തു, സർക്കാരിൻ്റെ ഉറപ്പുണ്ട്, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. അപ്പോൾ ഞങ്ങളെ ഇതുപോലെ പെയിൻ്റ് അടിച്ചിട്ട് കുപ്പി ക്ലോസറ്റിലിട്ട് വയ്ക്കുമെന്ന്. ഏതാ അത് ഈ വൃത്തിയാക്കുന്ന KSRTC എന്ത് കിട്ടുമെന്നുള്ളതല്ല, അതിൽ ഒരു ഫെസിലിറ്റി വളരെ മസ്റ്റാണ്. നമ്മൾ യാത്രക്കാർ പലരും ഭയന്നാണ് KSRTC. കാരണം ഒരു ടോയ്ലറ്റിൽ പോകേണ്ടി വന്നാൽ ഈ ടോയ്ലറ്റിൽ കയറേണ്ടി വരുമല്ലോ എന്ന ഭയം യാത്രക്കാരെ അകറ്റിയിട്ടുണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം നവീകരിച്ച് ടെൻഡർ വിളിക്കും. ഏതാനും ദിവസങ്ങളിൽ ടെൻഡർ വരും. റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ളവർ, ക്യാൻറ്റീൻ നടത്തിയല്ല, കേരളത്തിൻ്റെ 2 ജില്ലകളിലെങ്കിലും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള സ്വന്തമായി ഒരു അഡ്രസ്സുള്ള ടീമിനെ കൊടുക്കത്തുള്ളൂ. അതാണ് ടെൻഡർ. അത് ഡേറ്റ് പറയാൻ പറ്റത്തില്ല, കാരണം ബാങ്കിൻ്റെ പ്രശ്നമാണ്. ബാങ്കുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. KSRTCയുടെ ബാലൻസ് ഷീറ്റ് കൊടുക്കണമായിട്ടുണ്ട്. അതായത് ഈ വർഷം 2024 അല്ലേ 6-ാം മാസം വരെ ഉള്ള ബാലൻസ് ഷീറ്റ് കറക്റ്റ് ചെയ്ത് ജൂൺ വരെയുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ശ്രമം പ്രത്യേകമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിനെയൊക്കെ വെച്ച് ഞങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 6 മാസം എഴുതാനുണ്ട്. അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ D കാറ്റഗറിയിൽ നിന്ന് KSRTC C കാറ്റഗറിയിലേക്ക് പോകും. ഇനി സിയിൽ നിന്ന് B- പോകും. B- പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ലോൺ എടുക്കാൻ കഴിയും. കൺസോർഷ്യത്തിൻ്റെ മുഖ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറുമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. മാഡം അതിനകത്ത് വളരെ പോസിറ്റീവ് നിലപാടാണ്. അത് പരിഹരിക്കാൻ കഴിയും. അത് സമയം എടുക്കുന്നതല്ല, മാക്സിമം വേഗത്തിൽ നടക്കും. കാരണം സമയമെടുത്ത് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എപ്പോഴെങ്കിലും കൊടുത്താൽ പോരല്ലോ. നമ്മൾ പറഞ്ഞ വാക്കിൻ്റെ ഒരു അന്തസ്സ് വേണ്ടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടും. ജീവനക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട. അതിനുള്ള എല്ലാ ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള എല്ലാ സിസ്റ്റവും മുഖ്യമന്ത്രി റെഡിയാക്കി തന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ തന്നെയാണ് ഈ 650 കോടിയോളം രൂപ HDFCക്കും KSRTCക്കും കൂടെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഇടപെടലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ D കാറ്റഗറിയിൽ നിന്ന് മാറിക്കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ കിടന്നേ. അല്ല, കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് കിട്ടിയെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഔദ്യോഗികമായി എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇട്ടാത്ത കാര്യം അത് റിപ്പോർട്ട് വരട്ടെ അക്കാര്യത്തിൽ. മാത്രമല്ല നമ്മളിപ്പോൾ KSRTCയുടെ ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. KSRTC ഏർപ്പെടുത്തിയ കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വളരെ എഫക്റ്റീവാണ്. കാരണം 79,867 അപേക്ഷ നമുക്ക് കിട്ടി. അതിൽ 6,820 അപേക്ഷ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ KSRTC കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന 66,086 അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ കിട്ടും. പൈസ അടച്ച് കൺസെഷൻ കൈപ്പറ്റിയവർ 31,128. ഈ അപ്രൂവായ 66,086 കിടപ്പുണ്ട്. അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ കിട്ടും. ആ ആപ്പ് വിജയകരമായി വന്നതുപോലെ പ്രൈവറ്റ് ബസ്സുകൾക്കും സ്റ്റുഡൻറ്റ് കൺസെഷൻ കൊടുക്കുന്നതിന് ഒരു ആപ്പ് ഏർപ്പെടുത്താൻ ഞങ്ങൾ ആലോചിക്കുന്നു. MBDയുടെ കീഴിലായിരിക്കും അത് വരുമ്പോൾ കൃത്യമായ കണക്ക് എല്ലാവരും വണ്ടി കയറിയെന്ന് പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നില്ലേ. ഇപ്പോൾ അറിയാമല്ലോ KSRTCയിൽ എത്ര പേര് കൺസെഷൻ എടുത്തു എന്ന് ഈ തുണ്ട് കടലാസ് നോക്കിയാൽ അറിയാം. ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കാണ് ഞാനിപ്പോൾ വായിച്ചത്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനത് പ്രോവിഡൻറ്റ് ഫണ്ട് പിന്നെ അവരുടെ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിൻ്റെ കണക്ക് ഇതെല്ലാം പരമാവധി അടയ്ക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 3 കോടിയിലധികം രൂപ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മാത്രം അടച്ചിട്ടുണ്ട്. ജീവനക്കാരിൽ നിന്ന് പിടിച്ച പൈസ അടയ്ക്കുന്നില്ല എന്നുള്ളത് ഒരു പിന്നെ ലീഗലായിട്ടും തെറ്റാണ്, ധാർമ്മികമായിട്ടും തെറ്റാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ കിട്ടുന്ന പണമെല്ലാം അതാണ് ജീവനക്കാർ സന്തോഷമായിരിക്കുന്നത്. അവരുടെ ലോണുകളിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് അവിടുത്തെ ലോണുകൾ
അതെല്ലാം പിടിച്ചതായിട്ടാണ് കണക്ക്. നോട്ടീസ് അവർക്ക് ചെന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് മാക്സിമം അടച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് സ്ക്രാപ്പ് വിറ്റ് കിട്ടിയ പൈസയിൽ നല്ലൊരു ശതമാനം അതാണ് ചെയ്തത്. പുതിയ ബസ്സുകൾക്ക് ധനകാര്യമന്ത്രി ഉടൻ തന്നെ അനുമതി തരും. ചെറിയ ബസ്സുകളും ഗ്രാമീണ പ്രദേശങ്ങൾ പഴയ എഞ്ചൻ വണ്ടികളിൽ ഓടുന്ന വലിയ പുതിയ ബ്രാൻഡ് ന്യൂ ബസ്സസ് വരും. എയർ കണ്ടീഷൻ ബസ് ഒരു 10 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഉടൻ വരും. എയർ കണ്ടീഷൻ ബസ് നിങ്ങളെല്ലാം മുന്നിൽ വെച്ച് ട്രയൽ നോക്കിയ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് നല്ല ലാഭമാണ്. ഒരു ദിവസം എറണാകുളത്ത് പോയി വരുമ്പോൾ 10,000 രൂപ ലാഭമുണ്ട്. എല്ലാ ചിലവും പോയിട്ട് വണ്ടിയുടെ പ്രൈസും ഡിപ്രീസിയേഷനും ചേർത്ത് വണ്ടി പോയി വരും. KSRTC സ്വിഫ്റ്റ് ഡ്രൈവറുടെ ശമ്പളമല്ല, KSRTC ഡ്രൈവറുടെ ശമ്പളം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10,000 രൂപ ഒരു ദിവസം പ്രോഫിറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ ധാരാളം വരും. കേരളത്തിലെ ഒരു യാത്രാ സംസ്കാരം മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. 2011 സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് പോയ മലയാള സിനിമാ പ്രേക്ഷകർ, ടി വിയുടെ മുമ്പിലേക്കും സീരിയലിൻ്റെ മുമ്പിലേക്കും പോയ മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്, അതുപോലെ KSRTC ബസ്സിലേക്ക് യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരും.